വളരെ സന്തോഷകരമായ ഒരു പര്യവസാനം. കാലാവസ്ഥ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. നമ്മൾ വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് പോകുന്ന സമയത്ത് പന്തലിൻ്റെ വർക്ക് നടക്കുന്നു ഉച്ച ഒരു സമയത്ത്. അപ്പം പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ കൂടി അതിനെ മറികടക്കാൻ വരുന്ന സജ്ജീകരണങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ വളരെ ഭംഗിയായി ഡിവിഷൻ സാഹിത്യോത്സവം നടത്താൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഓർക്കുന്നത് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ഒരു കാലത്ത് തന്നെ മഞ്ചേരി ഓർമ്മ തോന്നിയിട്ടില്ല, SSFൻ്റെ ഒരു സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അത് നമ്മൾ അന്ന് എന്നെ കൊണ്ടുപോയപ്പോഴും എൻ്റെ പാലക്കാടിൻ്റെ പുറത്ത് ആദ്യമായി ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അന്ന് ബഷീർ മാഷുണ്ട്, മറ്റേ ബഷീർ മാഷ് നമ്മുടെ പൂവാടി PC, ഞാനുൾപ്പെടെയുള്ള യൂസഫ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി ഞാൻ ഓർക്കുകയാണ്. ഇത്തരം വേദികളിൽ നിന്ന് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് നിസ്സാരമല്ല, വലിയ പ്രചോദനദായകമായ ഒന്നാണത്. നമ്മൾ ഒരു ചെറിയ അംശമുണ്ടെങ്കിൽ അത് ഈ സ്വർണ്ണാഭരണശാലയിൽ അവിടെ തട്ടാൻ ഊതിപ്പെരുപ്പിക്കുന്നത് പോലെ അതിനെ ഊതി 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 അതിൻ്റെ മാറ്റുകൂട്ടാൻ സാധ്യമാകുന്ന വിധത്തിൽ ശൈശവദശയിൽ തന്നെ കുട്ടികളിൽ ഉള്ള കലാവാസനകളെ, അഭിരുചികളെ പരിപോഷിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വേദികൾ നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. നല്ല മിടുക്കുള്ള എഴുത്തുകാരും അതുപോലെ തന്നെ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നവരും കാര്യങ്ങൾ ഏതൊരാളുടെ മുന്നിലും വ്യക്തമായി ബോധ്യപ്പെടുത്താൻ അവതരിപ്പിക്കാൻ കഴിയുന്നവരൊക്കെ ഈ സമുദായത്തിന് ആവശ്യമുള്ള ഒരു കാലമാണിത്. ഞാൻ അതിലേക്കൊന്നും ദൃഢമായി കടക്കുന്നില്ല, ബാങ്കിന്റെ സമയമായിട്ട്. നമുക്കറിയാം, ഇന്നലെയും വെള്ളാപ്പള്ളി നടേശന്റെ വിശരുക്തമായ അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. മുസ്ലിം സമുദായത്തെ പച്ചക്ക് വർഗീയമായി ആക്ഷേപിക്കുന്ന പദപ്രയോഗങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ളത്. അതോടൊപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഇന്നേവരെ ഒരു ഉറുമ്പിനെ പോലും രക്ഷപ്പെടുത്താൻ, ഞാൻ അങ്ങനെ പറയുകയാണ്, ഞാൻ ഈ വേദിയിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ 16-ാം തീയതി കടുവരത്തിലേക്ക് പോകേണ്ടിയിരുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അഭിനന്ദനായ നമ്മുടെ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചെയ്തിട്ടുള്ള ഒരു സേവനം എല്ലാ വാർത്താമാധ്യമങ്ങളും സമൂഹവും അക്ഷരാർത്ഥത്തിൽ അപ്രിസിയേഷൻ ലഭിച്ച ഒരു പ്രവർത്തനമായിരുന്നു. നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തെ, അതിൻ്റെ അമരത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ തിരിച്ചറിയാൻ ഉതകുന്ന വിധത്തിലായിരുന്നു അഭിനന്ദനായ കാന്തപുരം ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. 4 ദിവസങ്ങൾക്കപ്പുറം, ഇന്ന് 20-ാം തീയതിയാണല്ലോ, 16-ാം തീയതിയാണ് ആ വധശിക്ഷ മരവിപ്പിച്ചത്, 14-ാം തീയതിയാണ് കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെടുന്നത്. ഈ കാലം അത്രയും ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ മുസ്ലിങ്ങളുടേതല്ലാത്ത വിഷയങ്ങൾ തന്നെ പലപ്പോഴും വന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട്
കൃത്യമായ നയതന്ത്ര പാഠവത്തോടുകൂടി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയത് നമ്മുടെ നേതാക്കന്മാരാണ്, നമ്മുടെ ഉലമാക്കളും ഉമറാക്കളുമാണ്. ആ കമ്മ്യൂണിറ്റിയെ, ആ സമുദായത്തെയാണ് ഈ വിധത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെള്ളാപ്പള്ളിയെ പോലെയുള്ള അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽപ്പെട്ട ശശികല ടീച്ചർ പോലെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ നിരന്തരം മോശമാക്കി ചിത്രീകരിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് വായടപ്പൻ മറുപടി കൊടുക്കാൻ അവർ പറയുന്നതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എന്ന് പറയാറുണ്ട്. അതൊരു പദപ്രയോഗമാണ്. ആ വാക്ക് എന്താണോ അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ നമ്മുടെ സമുദായത്തിൽ പുതിയ തലമുറ ഉണർന്നു വരേണ്ടതുണ്ട്, ഉയർന്നു വരേണ്ടതുണ്ട്. അത് വെറുതെ ഉണ്ടാവുകയില്ല. അതിന് പ്രാപ്തിയുള്ള, കപ്പാസിറ്റിയുള്ള, കാലിബറുള്ള കുട്ടികൾ നമ്മൾക്കിടയിലുണ്ട്. ആ കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഇതുപോലെയുള്ള വിഷം വമിപ്പിക്കുന്ന വെള്ളാപ്പള്ളിമാരുടെ പ്രസ്താവനകൾക്ക് മറുപടി പറയാൻ പ്രാപ്തിയുള്ള കുട്ടികൾ നമ്മളുടെ മുന്നിലുണ്ടാകും. അള്ളാഹു അതിന് അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇതൊരു കലാസാഹിത്യ പരിപാടിയാണ്, സാഹിത്യോത്സവമാണ് എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ ലഘൂകരിച്ച് കാണേണ്ട ഒന്നല്ല. ഈ സമുദായത്തിന്റെ സാംസ്കാരികമായ പൈതൃകത്തെ പരിപോഷിപ്പിക്കാൻ, അതിന്റെ ഉദാത്തമായ മുഖത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അവർക്കെല്ലാം ഇനിയും വളരെ ഉയരങ്ങളും അതുപോലെ തന്നെ മികച്ച അവസരങ്ങളുമൊക്കെ താണ്ടാനും കൈവരിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി വളരെ ഭംഗിയായി ഞാൻ ഇന്ന് രാവിലെ 7 മണി എങ്ങാണ്ട് ആയപ്പോഴേക്കുള്ള വേദി ഞാൻ അവിടുന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ സജീവമായി അങ്ങനെ വിവിധ വേദികളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 300ഓളം കലാപ്രതിഭകൾ മാറ്റിവെച്ചൊരു വേദിയാണ്. ആ കലാപ്രതിഭകളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, സംഘാടകരെ പ്രശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.